या रसूल अल्लाह दा नारा लगाओ गज वज के है फेर आका पे पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह दा नारा लगाओ गज वज के गज वज के गज वज के है या रसूल अल्लाह दा नारा लगाओ गज वज के नारे रिसालत या रसूल अल्लाह। अल्हम्दुलिल्लाहि कफ़ा वस्सलातु वस्सलामु अला रसूलिहिल मुस्तफ़ा व अला आलिहि व സ്വഹാബിഹി ശുറഫാ അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ പി സി ജോർജ് എംഎൽഎ, മറ്റ് മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ, സഹോദരന്മാരെ, പിരഗിസു പർവ്വതനിരകൾ മുതൽ ഹിമാലയം വരെയും മധ്യേഷ്യയിലെ മരുഭൂമികൾ മുതൽ മധ്യാഫ്രിക്കയിലെ ഘോര കാനനങ്ങൾ വരെയും വിശിഷ്യ വിശ്വം മുഴുവൻ പാലൊളി വിതറിയ ചന്ദ്രക്കല വിരഗീസുവായി വിരാജിച്ച മക്കയുടെ മാനസപുത്രനായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേജോവധം ചെയ്ത് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിനെതിരെയും ഈ സമീപ പ്രദേശത്ത് വിതരണം ചെയ്ത അതിനീചവും നികൃഷ്ടവുമായ റസൂലുള്ളാഹിയെ തരം താഴ്ത്തുന്ന പുസ്തകത്തിനെതിരെയും പ്രതിഷേധിക്കാൻ ഈ രാജ്യത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുമ്പിൽ ആ ഹബീബിന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ചില വിഷയങ്ങളെ ചുരുക്കം ചില സമയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നയപരമായി, ആശയപരമായി, ബൗദ്ധികമായി ചിന്തിക്കുമ്പോ ആ നടത്തുന്നത് പലപ്പോഴും വിമർശനത്തിന് മുസ്ലിമീങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും. പക്ഷേ സഹിഷ്ണുതയുടെ ആളുകൾ എന്ന നിലക്ക് ഒരു മതത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ വിമർശിക്കരുത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിരാറില്ല. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് അമ്മാതിരി വിമർശനങ്ങൾ ചെയ്യരുത് എന്ന് ഞങ്ങൾ താക്കീതും ചെയ്യുന്നു. വിമർശനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ, പുസ്തകം ഇറക്കിയവർക്കെതിരെ വിമർശിക്കാൻ ഞങ്ങൾക്കെമ്പാടും തെളിവുകളുണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കിയ തെളിവുകളല്ല. ഇക്കഴിഞ്ഞ 20-ാം തീയതി വത്തിക്കാനിൽ നിന്ന് ബഹുമാന്യനായ ആദരണീയനായ പോപ്പവറുകള് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളോടൊരു കുമ്പസാരം നടത്തിയിട്ടുണ്ട്, ഒരു ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. എന്താണ് ആ ക്ഷമാപണം? പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നാം കണ്ടവരാണ്. എന്താണ് ആ ക്ഷമാപണം? ദൈവമോ ദൈവപുത്രനോ പരിശുദ്ധാത്മാവോ എന്തുമാവട്ടെ വിശ്വസിക്കുന്ന യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ പേരിൽ വിശ്വസിക്കുകയും പ്രചാരം നടത്തുകയും ചെയ്യുന്ന ഗോഡ് ഈസ് ലവ് എന്നാണ് പറയുന്നതെങ്കിലും തിരിച്ചു പറയണമോ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ലോകം ആഗ്രഹിക്കുന്നു. അത് തിരിച്ചു പറഞ്ഞാൽ അർത്ഥമല്ലാതെ മാറും. ആ വിഷയമാണ് പോപ്പ് ഉദ്ധരിക്കുന്നത്. ലോകത്തിൽ, പ്രത്യേകിച്ച് അയർലൻഡിൽ അച്ഛന്മാര് കാട്ടിക്കൂട്ടുന്ന, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചെയ്ത ഒരുപാട് ആളുകളുണ്ടോ. പോപ്പ് പറയുന്നു, പിന്നെ എനിക്ക് പറഞ്ഞുകൂടെയോ? അച്ഛന്മാര് കാട്ടിക്കൂട്ടിയ മൃഗത്തെപ്പോലും നാണിപ്പിക്കുമാറുള്ള മൃഗീയമായ ലൈംഗിക പ്രകൂത്തുകൾ മുഖേന ക്രിസ്തുമതമെന്ന ഉന്നതമായ മതത്തിന് കളങ്കം സംഭവിച്ചിരിക്കുകയാൽ അതിൽ ബന്ധപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ മാന്യമായി ജീവിതം നയിക്കാൻ തയ്യാറാവണമെന്ന് പോപ്പ് ഉപദേശിക്കുമ്പോൾ ആ വിഷയങ്ങൾ ഇവിടെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വരുമ്പോ നിങ്ങൾ പറയൂ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മഹല്ലിന്റെ ഇമാമ്, അല്ലെങ്കിൽ ഇതേപോലെ തലക്കെട്ട് കെട്ടിയ ഒരു മുസ്ലിയാർ, അല്ലെങ്കിൽ ഒരു മൗലാന പോപ്പ് പറഞ്ഞ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് ക്രൈസ്തവ സഹോദരന്മാരെ വേദനിപ്പിക്കാനോ അപമര്യാദയായി സംസാരിക്കാനോ വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ അതിലിടപെട്ടിട്ടില്ല. ഇമ്മാതിരി മനുഷ്യ മനസ്സുകളെയല്ല, മൃഗങ്ങളെ വരെ നാണിപ്പിക്കുന്ന ലൈംഗിക പെക്കൂത്തുകള് കേരളത്തിലും കോട്ടയം ജില്ലയിലും പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും നടക്കുമ്പോ, അതെല്ലാം ദൈവത്തിന്റെയും ദൈവപ്രവാചകന്റെയും പേരിൽ നടക്കുമ്പോ
ഞങ്ങൾക്കും പറയാനുണ്ട്. പക്ഷേ മാന്യതയുള്ള ഇസ്ലാമിന്റെ മക്കൾ അത് ചെയ്തിട്ടില്ല, ചെയ്യരുതെന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഇസ്ലാമിനെയും പ്രിയങ്കരനായ പ്രവാചകനെയും വല്ലാതെ വിമർശിക്കുന്നുണ്ട്. താത്വികമായ വിമർശനങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാഗതം, ബൗദ്ധികമായ വിമർശനങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാഗതം. മറിച്ച് 100% കള്ളങ്ങൾ രേഖപ്പെടുത്തിയ, തെറ്റുകൾ രേഖപ്പെടുത്തിയ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. അങ്ങനെ എഴുതാനും വിമർശിക്കാനുമാണെങ്കിൽ കേരളത്തിലെ 4-ലധികം ദിനപത്രങ്ങളുള്ളവരാണ് മുസ്ലിങ്ങൾ. കേരളത്തിൽ 4-ലധികം ദിനപത്രങ്ങളുള്ളവരാണ് മുസ്ലിങ്ങൾ. ഇന്ത്യയിലല്ല, ഈ ചെറിയ കേരളത്തില്. ഞങ്ങളും എഴുതാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ക്രിസ്തുവും മുസൽമാനും ഹിന്ദുവും ഒന്നുപോൽ മരുഭൂമിയിൽ എത്രയോ ശതാബ്ദമായി ചെത്തിയും ചേമന്തിയും ചെമ്പരുത്തിയും ചാരപ്പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ ജീവിച്ച കേരളത്തില്, പ്രത്യേകിച്ച് തൊടുപുഴ പോലെയുള്ള ഭാഗത്ത്, തൊടുപുഴയിലെ മുസ്ലിമീങ്ങളുടെ നൈനാരുപള്ളി ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, അതിന്റെ തൊട്ടപ്പുറത്ത് മുതലക്കോടത്ത് സെന്റ് ജോർജ് പള്ളി, ഇതെല്ലാം തൊട്ടൊരുമ്പി നിൽക്കുന്ന ഒരു സമൂഹത്തില്, ഒരു രാജ്യത്ത്, ഒരു ഗ്രാമത്തില് ഒരിക്കലും ഇത്തരത്തിലുള്ള സ്പർദ്ധയുണ്ടാവുന്ന കാര്യങ്ങൾക്കാരും ശ്രമിച്ചുകൂടാ. അങ്ങനെ ശ്രമിക്കാനാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ദിനപത്രങ്ങളുണ്ട്, വാസികളുണ്ട്, വാരികകളുണ്ട്, പണമുണ്ട്, ധൈര്യമുണ്ട്, സ്ഥൈര്യമുണ്ട്, ത്രാണിയുണ്ട്, തന്റേടമുണ്ട്, കഴിവുണ്ട്, മിഴിവുണ്ട്, ശേഷിയുണ്ട്, ശേഷിയുണ്ട്. എന്തേ ഞങ്ങൾ ചെയ്യാത്തത്? ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതസഹിഷ്ണുതയുടെ ആളായിരുന്നതുകൊണ്ട് ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരെ വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച, ആ വിശ്വാസത്തിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് പഠിപ്പിച്ച ആ ദർശനം ഞങ്ങളുടെ മുമ്പിലുള്ളതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല. അത് മുസ്ലിങ്ങളുടെ ഭീരുത്വമായി ആരും കരുതരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തൊടുപുഴയിൽ ഇറങ്ങിയ, ന്യൂമാൻ കോളേജിൽ ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു സമൂഹത്തെ പഠിപ്പിക്കാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും പറയുന്നു, ഒരു പരീക്ഷ കഴിയുമ്പോ, ഒരു പുസ്തകത്തിലെ ഒരു പേജ് വായിച്ചു കഴിയുമ്പോൾ മനസ്സ് അല്പമെങ്കിലും ഉയരണം. അതായിരിക്കണം പഠനം, അതായിരിക്കണം പുസ്തകം. ബുദ്ധിമാന്മാര് പറയുമ്പോ ലോകത്ത് എത്രയെത്ര ആവശ്യത്തിന് പഠിക്കാനുള്ള മാറ്ററുകളുണ്ട്, വിശേഷിച്ച് നമ്മുടെ ഭാരതത്തില്, ഇന്ത്യയില്. എന്നിട്ട് ന്യൂമാൻ കോളേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രൈസ്തവ സഹോദരനായ സുഹൃത്ത് എഴുതി വെക്കുന്നു, അതിന്റെ 11ാമത്തെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ കണ്ടു കാണും. ഇത്ര സംസ്കാരം നോക്ക്. ഗോഡി ഇസ്ലാം പറയുന്ന ആളുകളാണ്. ദൈവം സ്നേഹമാകുന്നു. ആ സംസ്കാരം നിങ്ങൾ നോക്ക്. അപ്പൊ ദൈവത്തെയും പ്രവാചകനെയും വിമർശിക്കുന്ന വ്യക്തി, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇത്രയും കൂടി വ്യക്തമായ മലയാളം പറഞ്ഞാൽ സഭകൾ, ക്ഷമിക്കണം, കേരള ഗവൺമെന്റ് ഒരു പുസ്തകം കൊണ്ടുവന്നപ്പോ ജീവനില്ലാത്ത, എന്തായിരുന്നു മതം, ജീവനില്ലാത്ത മതം എന്ന് പറഞ്ഞപ്പോ കോതമംഗലം രൂപതയും രൂപതയുടെ മെത്രാനും മെത്രാന്റെ കീഴിലുള്ള അച്ഛന്മാരും പള്ളികളും എത്ര സജീവമായി എതിർത്തു. കേരളത്തിലെ മൊത്തം സഭകൾ എതിർത്തു. അത് ദൈവനിന്ദയാണ്, മതനിന്ദയാണ്. ഇമ്മാതിരി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയപ്പോ അതിനെ വിമർശിക്കാൻ, അപലപിക്കാൻ എത്ര സമ്മർദ്ദം ഉണ്ടായിട്ടാ ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, പഠിക്കണം. ഇതുപോരാ, ഈ ശൈലി എന്തായാലും ശരിയാവില്ല എന്ന് മാത്രമേ മുസ്ലിങ്ങളായി ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുമ്പോ, വിമർശിച്ചതിന്റെ ശേഷം ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരും ബന്ധപ്പെട്ടവരും പറയും, നിങ്ങൾ പക്വത കൈവെടിയരുത്, നിങ്ങൾ തീവ്രവാദത്തിലേക്ക് ചാടരുത്, നിങ്ങൾ ഭീകരവാദികളാവരുത്. ശരിയാണ്. പക്ഷേ മൂക്കിൽ മുളകുപൊടി വിതറിയിട്ട് തുമ്മരുത് എന്ന് പറയുന്നത് പോലെയല്ലേ? മൂക്കിൽ മുളകുപൊടി, മൂക്കിന്റെ അടിയിൽ കൊണ്ടുപോയി മുളകുപൊടി വിതറിയിട്ട് തുമ്മരുത് എന്ന് പറയുന്നത് പോലെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ബന്ധപ്പെട്ട കക്ഷികളും ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുസ്ലിമീങ്ങളോട് ബഹളമുണ്ടാക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ?
അതുകൊണ്ട് ആ വിമർശനങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കാം. അങ്ങനെ ഒരു ജീവിതം നമ്മുടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും നല്ല സുഹൃത്തുക്കളായിരുന്നു. കുഞ്ഞായി മുസ്ലിയാർ പള്ളിയിൽ വാങ്ങി വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോയി, മങ്ങാട്ടച്ചൻ കുർബാനയ്ക്ക് വേണ്ടി പോയി. എത്ര കൊല്ലം സന്തോഷത്തോടുകൂടെ ജീവിച്ചു. തമ്മിലടിച്ചോ? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയോ? പുസ്തകം എഴുതിയോ? ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും നീണ്ട 9 കൊല്ലക്കാലം ഒരു ചെറ്റക്കുടിയിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് KP കേശവമേനോൻ എഴുതിയ നവഭാരത ശില്പികൾ എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. സുബഹിയുടെ സമയമാകുമ്പോ മൗലാന മുഹമ്മദ് അലി അല്ലാഹു അക്ബർ എന്ന് വിളിക്കും, വാങ്ക്. അതേസമയം ഗാന്ധിജി രാമ 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 ഫാഹിമ രാമഫാഹം ചേരണേ മുകുന്ദ രാമഫാഹിമ എന്ന രാമമന്ത്രം മുഴക്കി 9 കൊല്ലക്കാലം ഒരു കുടിലിൽ ജീവിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ശബരിമലയിലേക്ക് പടി കയറുന്ന ഹൈന്ദവൻ ആ 18 പടികൾ കയറുന്നതിന്റെ മുമ്പ് തൊട്ടു താഴെ കിടക്കുന്ന വാവറു സ്വാമി എന്ന് പറയുന്ന മുസ്ലിം, അവരുടെ ബന്ധമെന്തായിരുന്നു എന്ന് കിതാബുകളിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ നല്ല സങ്കല്പങ്ങൾക്ക് ഭാവുകങ്ങൾ. അയ്യപ്പനെ കാണാൻ ഹിന്ദു ചെല്ലുമ്പോ മുസ്ലിമിനെ കണ്ടിട്ട് വേണം മുകളിലേക്ക് കയറാൻ. ആ സൗഹൃദവും സ്നേഹവും നിന്നിരുന്ന ഭാരതമല്ലേ? അതുകൊണ്ട് ആ നിലനിൽപ്പ് ഇവിടെ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ജുഗുപ്സാവഹമായ തീവ്രതയേറിയ മതചിന്തയെ നിന്ദിക്കുന്ന, മതപുരോഹിതന്മാരെ അവഹേളിക്കുന്ന, മതവിശ്വാസികളുടെ ഹൃദയങ്ങളെ വ്രണപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശബ്ദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സമാധാനം നിലനിർത്താൻ ഭാരതീയർ ഒന്നിക്കണമെന്നാണ് ഈ സമ്മേളനത്തിന്റെ മൊത്ത പ്രമേയം. മഹാനായ നബിയെ വിമർശിച്ചതുകൊണ്ട് അങ്ങ് അറ്റുപോകാൻ മാത്രമുള്ള മൂക്കല്ല ഞങ്ങളുടെ നബിയുടേത്. ആ സ്നേഹം നിങ്ങൾക്ക് അറിയണോ? ഒരുപാട് പ്രാസംഗന്മാർ പ്രസംഗിച്ചു കാണുമല്ലോ മുഹമ്മദ് നബിയുടെ സ്നേഹം. ബൈബിൾ പരിശോധിക്കുക നിങ്ങൾ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ പരിശോധിക്കുക. അതിൽ കാണാം ബഹുമാന്യനായ ഈസ നബി അലൈഹിസ്സലാം. ഈ പുസ്തകം ഒരുപാട് വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ ഊന്നൽ നൽകി എഴുതിയ 2-3 വിഷയങ്ങളുണ്ട്. അത് തെറ്റിദ്ധരിച്ചു പോയ സഹോദരന്മാരെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാനത് വിശദീകരിക്കും. അതിലൊന്നാണ് അള്ളാനെ അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചുകൂടാ. ഈ അള്ളാഹ് എന്ന് പറഞ്ഞ ആളാരാ? മൂപ്പർ മനസ്സിലാക്കിയത് മക്കയിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഏതോ ഒരു സാധുവാന്ന. മക്കയിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഏതോ ഒരു പൂജാരിയായാണ് അള്ളയായി മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതെന്ന്. ഈ സ്പീക്കറിന്റെ ശബ്ദം ശ്രവിക്കുന്ന ജാതിമത ഭേദമന്യുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ അള്ളയുണ്ടല്ലോ, അല്ലാഹു ആരാണത്? മുഹമ്മദ് നബി തന്നെ പറയുന്നു. വിവരമില്ലാത്തവൻ പുസ്തകം എഴുതിയെങ്കിൽ കേട്ടുകൊള്ളുക അനുയായികൾ ഉണ്ടെങ്കിൽ പറയണം നബിയെ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാ. ലം യലിദ്, അവൻ അള്ളയെ പ്രസവിച്ചതല്ല. വലം യൂലദ്, അള്ള പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, അള്ളാനെ പ്രസവിച്ചതുമല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാനെ പോലോത്തതായി ഒന്നും, സാക്ഷാൽ ജഗദീശ്വരനെ പോലോത്തതൊന്നും, അഥവാ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന ദൈവസങ്കല്പമുണ്ടല്ലോ, ദൈവരൂപഭാവം, അതിനപ്പുറത്തുള്ള ഒരു പരാശക്തിയാണ് അള്ളാഹ്. ഒരാൾക്കും വരക്കാനോ ഒരാളുടെ ഹൃദയത്തിൽ രൂപഭാവപ്പെടുത്തിയെടുക്കാനോ പറ്റാത്ത ഒരല്ലാഹ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അവനെ ആരും പ്രസവിച്ചതല്ല. കന്യാമറിയം പ്രസവിക്കുന്നതിന്റെ മുമ്പ് കന്യാമറിയമാണ് യേശുക്രിസ്തുവിനെ പ്രസവിച്ചത്. അപ്പൊ കന്യാമറിയത്തെ രക്ഷിച്ചു വലുതാക്കിയതാരാണ്?